ദൂരെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇന്നാണ് അടുത്ത കാണുന്നത്. ഈ അവാർഡ് നിശ്ചയിച്ച അപ്പോൾ തന്നെ ഞാൻ വാസുവേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ MT വാസുദേവൻ നായരെ ഉടനെ ചെന്ന് കണ്ട് ഈ കാര്യം പറയുക. ഞാൻ പറഞ്ഞു, ഞാനും പേട്രൺ CT അബ്ദുറഹീമും കൂടി വാര്യർ സാറിനെ കാണാൻ വേണ്ടി നാളെ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ MT പറഞ്ഞു, വേണ്ട, നിങ്ങൾ ആരും പോകണ്ട, ഞാൻ പോകും. ഈ കാര്യം അദ്ദേഹത്തോട് അവിടെ ചെന്ന് ഞാൻ പറയും. MT ഇത്രമാത്രം ആഹ്ലാദിച്ച ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നില്ല. ജീവിതത്തിൽ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയിലുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ തലമുറയിൽ കൂടെ ഉണ്ടായിരുന്ന എഴുത്തുകാരൊക്കെ പോയി. അടുത്ത തലമുറയിലുള്ള എന്നെയാണ് വളരെ സാഹിത്യത്തിൽ വളരെ അടുത്ത ഒരു അനുജൻ സുഹൃത്തായിട്ട് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയി പറയും, നിങ്ങൾ ആരും പോകണ്ട. ഞങ്ങളിവിടെ വന്നില്ല, ഇതുവരെ വന്ന് പറഞ്ഞതുമില്ല. MT പിറ്റേ ദിവസം സ്വന്തം കാറിൽ ഇവിടെ എത്തി വാര്യർ സാറിനെ കാണുകയും കാര്യം പറഞ്ഞ് എല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ വന്നിരുന്നെങ്കിൽ ദയാവരം എന്താണെന്നും ഞങ്ങളൊക്കെ ആരാണെന്നും ദയാവരം കൊടുക്കുന്ന അവാർഡ് വാങ്ങാൻ അർഹത, അതായത് ദയാവരത്തിന് കൊടുക്കാനുള്ള അർഹതയുണ്ടോ എന്നാണ് നോക്കുക. അദ്ദേഹത്തിന്റെ അർഹതയല്ല. ആരെങ്കിലുമൊക്കെ അവാർഡ് കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ? വലിയ അപകടമല്ലേ? മനുഷ്യനെ പിടിക്കാൻ നടക്കുകയല്ലേ അവാർഡുകളുമായിട്ട്. അപ്പൊ MT തന്നെ അത് പറഞ്ഞു. ദയാവരം എനിക്കറിയാം, ബഷീറിനെ അറിയാം, CT അബ്ദുറഹീമിനെ അറിയാം, അൽ അൻസാരി സാഹിബിനെ അറിയാം, എല്ലാവരെയും അറിയാം. അതുകൊണ്ട് ഒരു അന്വേഷണവും വേണ്ട, അവർ വളരെ യോഗ്യന്മാരാണ് എന്ന് പറഞ്ഞ് വാര്യർ സാറിനെ കൊണ്ട് ഈ അവാർഡ് വാങ്ങിക്കാൻ സമ്മതിപ്പിച്ചിട്ടാണ് MT വന്നത്. എന്നോട് വിളിച്ച് പറഞ്ഞു, ബഷീറെ, നിങ്ങളൊന്നും ചെയ്യേണ്ട, അവിടെ വെച്ച് നടത്തണം. അതൊരു കണ്ടീഷൻ. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിയ. ഞാൻ പറഞ്ഞു, CT പറഞ്ഞു, ഒരു പ്രയാസമില്ല, വരാം. ഇതാണ് ഈ അവാർഡിൻ്റെ ഉള്ളടക്കം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കാം. ഒരു സുദീർഘമായ പ്രസംഗത്തിനുള്ള ഒരു സന്ദർഭമല്ല ഇത് എന്ന് എനിക്കറിയാം. ദയാവരം ജാതി മത രാഷ്ട്രീയ വിഭാഗീയതകൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, സംഘർഷങ്ങളില്ല. എത്രമാത്രം സംഘർഷങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ജാതി മതഭേദമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും ഓർഫൻസായിട്ട് സ്വീകരിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടേതായ ആചാര മര്യാദകളോടെ ദയാവരത്ത് ജീവിക്കാൻ സാധിക്കും. അതാണ് ദയാവരത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നെ പോലെയുള്ള, ആശ്രയെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്ന് കൂടുന്നത് ഇതുകൊണ്ടാണ്. ഇത്തരം ഒരു അവസ്ഥയുമായി യോജിച്ചു പോകുന്ന മനസ്സുകളാണ് ഞങ്ങൾക്കെല്ലാം. അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ ആൾക്കാർ അവിടെ ഒരു സേവന മനസ്സോടുകൂടി അവിടെ പ്രവർത്തിക്കുന്നത്. CTയുടെ പിന്നിൽ നിന്നുകൊണ്ട്, ചിലപ്പോൾ ഞങ്ങൾ മുന്നിലേക്കും പോകുന്നു, നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ ഒരു സെക്കുലർ ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഒഴിവുള്ളപ്പോഴൊക്കെ അവിടെ പോകുന്നത്. അവിടെ ചെന്നാൽ ആ ക്യാമ്പസിനകത്ത് കയറിയാൽ എന്തോ ഒരു കുളിർമ, ഒരു ആശ്വാസം, ഒരു സമാശ്വാസം, ഒരു ശാന്തി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അവിടെ വരുന്ന പലർക്കും അങ്ങനെ അനുഭവപ്പെടാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് അറിയാം. ഒരു ശാന്തമായ ഒരു അവസ്ഥയിൽ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ദുർഘടമായ അവസ്ഥകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാതെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയുമായ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡിനെ നയിക്കുന്ന, നമ്മുടെ മനസ്സിനെ നയിക്കുന്ന എന്തോ ഒരു ശക്തി അവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം അൽ അൻസാരിയുടെ മനസ്സവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.
അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ CT അബ്ദുറഹീം 40-45 വർഷം മുമ്പ് ഇവിടെ അദ്ദേഹം ചികിത്സിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഇവിടെ വന്ന് 80-84 ദിവസം ഇവിടെ താമസിക്കാനും വാര്യർ സാറിൻ്റെ ചികിത്സാ രീതികളും ആതുര സേവന മനോഭാവവും ഒക്കെ നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ച ഒരു വ്യക്തിയാണ് CT അബ്ദുറഹീം. അദ്ദേഹത്തിൻ്റെ രക്തവും നീരും ചോരയും നീരും ഒക്കെ ഊറ്റിയ ഒരു സ്ഥാപനമാണ് ദയാപുരം. ആ ദയാപുരത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി ഏത്, അതിനെ നയിക്കുന്ന ഏറ്റവും ശക്തമായ സാന്നിധ്യം ഏത്, അതിൻ്റെ ധാർമ്മികമായ നിലപാട് എന്ത് എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് CT അബ്ദുറഹീമിനെയാണ്. CT അബ്ദുറഹീമാണ് അതിൻ്റെ എല്ലാം. അദ്ദേഹമാണ് ആ സ്ഥാപനം ഈ നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ സ്ഥാപനം ഇനിയും ഉയരങ്ങളിലേക്ക് കടന്നു പോകും എന്ന് എനിക്കറിയാം. ഇന്ന് ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം അൽ അൻസാരിയുടെ മകൻ വാര്യർ സാറിനെ കാണുവാൻ വേണ്ടിയും ഈ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹാമനസ്സിന് ഞാൻ നന്ദി അറിയിച്ചു. ഇന്നിവിടെ അവാർഡ് നൽകുന്നത് MT വാസുദേവൻ നായരാണ്. എന്നോട് രഹസ്യമായി പറഞ്ഞു, ബഷീറെ, വാര്യർ സാറിന് ഞാൻ കൊടുക്കുന്നത് വലിയ ഇഷ്ടമായി. MT എനിക്ക് അവാർഡ് തരുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് MT മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് രഹസ്യമായി പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം കാണും, ഞാൻ കൊടുത്താൽ കൊള്ളാമെന്ന്. അത് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം MT എന്നോട് രഹസ്യമായി പറഞ്ഞതാണ്. ഒരു അസാധാരണമായ നിമിഷം എന്ന് ഇവിടെ ആഷ്ലി പറഞ്ഞത് അസാധാരണമായ നിമിഷം തന്നെയാണ്. MT വാസുദേവൻ നായർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇത്. വാര്യർ സാറിനല്ല, വാര്യർ സാറിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ഇന്റർനെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. എത്രയോ അവാർഡുകൾ, എത്രയോ സ്ഥാനമാനങ്ങൾ, എന്തിനാ ഇത്രയൊക്കെ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളുണ്ട്. ആ അവാർഡുകളിൽ വളരെ ചെറിയ ഒരു അവാർഡാണ് ദയാപുരം അവാർഡ്. പക്ഷേ അത് ദയാപുരത്തെ എല്ലാ മനുഷ്യരുടെയും മനസ്സുകളുടെ സാന്ദ്രമായ ഘനീഭൂതമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഒരു മുദ്രയാണ് എന്ന് ഞാൻ അറിയിക്കാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നമസ്കാരം. ദയാപുരത്തെ സംബന്ധിച്ചിടത്തോളം 42 വർഷങ്ങൾക്ക് ശേഷം കോട്ടക്കൽ ആര്യവൈദ്യശാലയോടുള്ള ഹൃദയബന്ധം പുതുക്കൽ കൂടിയാണ് ഈ അവാർഡ് ചടങ്ങ്. 1974 കോട്ടക്കലിൽ ചികിത്സയ്ക്കായാണ് ഷെയ്ഖ് അൻസാരി ആദ്യമായി കേരളത്തിലെത്തിയത്. അന്ന് സഹായത്തിനായി കൂടെയെത്തിയ ഖത്തർ പോലീസിൽ ജോലി ചെയ്തിരുന്ന ശ്രീ CT സാറുമായുള്ള ബന്ധം 1984 ദയാപുരം സ്ഥാപിക്കപ്പെടുന്നതിലെ നിർണായക ഘടകമാവുകയായിരുന്നു. ആ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ദയാപുരത്തിൻ്റെ സ്ഥാപക സാരഥിയും രക്ഷാധികാരിയുമായ CT അബ്ദുറഹീം സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Dr. M.M. Bashir sir, for making us all aware of Dayapuram's role in society and the dedication to humanity. A journey of 1,000 miles began with a single step. This famous quote vouches it. The single sacred step taken together by a small group of people inspired by Sheikh Abdullah Ibrahim Al Ansari has trodden 33 years to mark and inscribe love, togetherness, kindness, secularism and empathy among children by rewarding an institution with a difference. As the patron and the one who spearheads the Dayapuram group of institutions, Mr. CT Abdurrahim is ready with a memoir that is to narrate his personal experiences with Dr. P.K. Warrior, Kottakkal Aryavaidya Shala, and of course
his rapport with Ansari family. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഇത്ര വൈകാരികമായ ഒരു നിമിഷം മുമ്പുണ്ടായിട്ടില്ല. ഇതിലേറെ വലിയ സദസ്സുകളിൽ അല്പമായി സംസാരിക്കാറുണ്ടെങ്കിലും എന്തോ ഒരു സവിശേഷമായ വൈകാരിക അനുഭവം എൻ്റെ മനസ്സിൽ വിറകൊള്ളുന്നു, മനസ്സിനെ വിറപ്പിക്കുന്നു, കാലുകളെ വിറപ്പിക്കുന്നു. നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഭയം തോന്നുന്നു. അതിൽ ആഹ്ലാദിക്കുന്നതല്ല, അതിൽ അഹങ്കരിക്കുകയല്ല. ഈ മഹാമനസ്കരായ ഗുരുജനങ്ങളുടെ മുമ്പാകെ ആരാണിരിക്കുന്നത്? ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മഹത്തുക്കളായ, ഋഷി തുല്യരായ, ഗുരുഭൂതരായ ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ തുച്ഛമായ ഒരു ജീവിതം ഏതോ ഒരു പ്രദേശത്തിൻ്റെ മൂലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് ഭയം ജനിപ്പിക്കുന്ന വാക്കുകളും സ്തുതികളുമാണ് ഇവിടെ ഞാൻ ശ്രമിച്ചത് എന്ന് ആദ്യമായി ഉണർത്തിട്ടു. 42 കൊല്ലം മുമ്പുള്ള ഓർമ്മയിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. ഇത് എനിക്കും നിങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട MTയുടെ മുമ്പാകെ, ഏറ്റവും ബഹുമാനിതനായ PK വാര്യരുടെ മുമ്പാകെ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം അൻസാരിയുടെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട, വളരെ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൽ അസീസിന് മുമ്പാകെ എൻ്റെ ഏറ്റവും വലിയ ഗുണകാംക്ഷിയും ഇപ്പോൾ സഹോദരനും സുഹൃത്തുമായ ഡോക്ടർ MM ബഷീറിന് മുമ്പാകെ ഇത് വായിക്കുമ്പോൾ ഞാൻ ഒരു നിലക്ക് അനുഗ്രഹീതനാവുകയാണ് എന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. യാ അഖി അൽ അസീസ് അബ്ദുൽ അസീസ്. അസീസ് എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ട്. അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ നാമവുമാണ്. الأخ العزيز عبد العزيز، هذه فرصة طيبة. مشاعري الآن لا يستطيع أي ألفاظ في اللغة العربية ولا في الإنجليزية مثل هذا الوقت ما كان في حياتي أبدا، ما وقع في حياتي أبدا. هؤلاء الناس وهم أحباء كل كيرلا ومشهورين طول العالم. أمامهم عندما أقوم أمامهم، عندما أسمع الكلمات الطيبة أخاف جدا عندما أسمع هذه الكلام. نحييكم، نحيي جميعكم. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. കഴിയുന്നതും വേഗം പ്രസംഗം ഒഴിവാക്കുകയും എഴുതി വായിക്കുകയുമാണ് ചെയ്യുന്നത്. കോട്ടക്കൽ ആര്യ വൈദ്യശാല ഓർമ്മയുടെ 42 വർഷങ്ങൾ. ചെറിയ ആളുകളുടെ ജീവിതത്തിലും വലിയ സംഭവങ്ങൾ രൂപപ്പെടുന്ന ചില നിമിത്തങ്ങൾ ഉണ്ടാവാറുണ്ട്, അവിചാരിത സംഭവങ്ങൾ. നമ്മുടെ ആസൂത്രണങ്ങൾക്കപ്പുറമുള്ള ദൈവനിയോഗമെന്ന് നമുക്ക് ആ സന്ദർഭങ്ങളെ നിരീക്ഷിക്കാം. ലോകത്തിലെ ആതുര ശുശ്രൂഷ സംസ്കാരത്തിൽ കറകളഞ്ഞ തനിമ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ആര്യവൈദ്യത്തിന്റെ സംരക്ഷണത്തിലൂടെ ഇന്ത്യയുടെ പൈതൃകത്തെ സമ്പന്നമാക്കുന്ന ദൗത്യം വർഷങ്ങളായി ഏറ്റെടുത്ത ഈ കേന്ദ്രത്തിൽ ദൈവനിയോഗം പോലെ നടക്കുന്ന ഈ ചടങ്ങ് 42 വർഷം മുമ്പേയുള്ള നിറവാർന്ന ചില ഓർമ്മകളിലേക്ക് എന്നെ നയിക്കുന്നു.
വ്യത്യസ്തമായ 2 മേഖലകളിൽ കുലപതികളായി മലയാള നാട് കൊണ്ടാടുന്ന 2 കേരളപുത്രന്മാരുടെ സാന്നിധ്യത്തിൽ നമ്രശിരസ്കരാകുന്ന സദസ്സാണിത്. കുളിർവാഹിയായ മോൺസൂൺ കാറ്റ് പോലെ കടൽ കടന്നെത്തിയ അറേബ്യൻ സംസ്കാരത്തിന്റെ പ്രാതിനിധ്യവും ഈ സന്ദർഭത്തെ സമ്പന്നമാക്കുന്നു. ഖത്തർ എന്ന കൊച്ചു രാജ്യത്ത് നിന്ന് വിശ്വപൗരനായി വളർന്ന ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം അൽ അൻസാരി എന്ന മഹാന്റെ പ്രിയപുത്രൻ അബ്ദുൽ അസീസ് അൻസാരി മുഖ്യാതിഥിയായി നമ്മോടൊപ്പം വന്നു ചേർന്നിരിക്കുകയാണ്. പിതാവിന്റെ പേരിൽ ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരം സാഹിത്യരംഗത്തിലെ അതുല്യ പ്രതിഭയായ NT ആര്യവൈദ്യ ചികിത്സയുടെ കുലഗുരുവായ ശ്രീ PK വാര്യർക്ക് സമർപ്പിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനോദ്ദേശം. ഈ ത്രിവേണി സംഗമത്തിന് അരങ്ങൊരുക്കിയ ദയാപുരത്തിന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് ഇവിടെ കോട്ടക്കൽ ആര്യവൈദ്യശാല. മഹത്തായ ഈ മാനവിക കേന്ദ്രത്തിലെ ഓരോ കുടുംബാംഗത്തെയും ഞങ്ങൾ ദയാപുരം കുടുംബം പ്രാർത്ഥനാപൂർവം അനുസ്മരിക്കുന്നു, അവരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. 1975 ഫെബ്രുവരി 6-ന് അർദ്ധരാത്രിയിലാണ് ഷെയ്ഖ് അൻസാരി തൻ്റെ മൂത്ത മകൻ മുഹമ്മദ് അൻസാരിയുടെയും കൊച്ചുമകൾ മുനീറയുടെയും കൂടെ ആര്യവൈദ്യശാലയിൽ എത്തുന്നത്. അതെ, 42 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് 2017 ഫെബ്രുവരി 3. ഷെയ്ഖിനെ അനുഗമിക്കാനുള്ള നിയോഗം അന്ന് ഖത്തർ പോലീസിൽ ജോലി ചെയ്യുകയായിരുന്ന എനിക്കായിരുന്നു. മനുഷ്യസ്നേഹിയായ പണ്ഡിതനും പ്രഭാഷകനും എന്ന നിലയിൽ ഷെയ്ഖിനെ കേട്ടറിഞ്ഞതിനപ്പുറം പരിചയമൊന്നുമില്ലാത്തതിനാൽ നിർബന്ധിതനായി സമ്മതിക്കുകയായിരുന്നു ഞാൻ. പല സുഹൃത്തുക്കളും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സാഹചര്യവശാൽ സാധ്യമാവാതെ വന്നപ്പോൾ